വേണ്ടി ചില വർത്തമാന സാഹചര്യങ്ങളുമായി കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചെറിയ സ്കിറ്റിലെ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 10 കന്യകമാർ ഞങ്ങളിലൂടെ അല്ല, നിങ്ങളിലൂടെ അല്ല, നമ്മളിലൂടെ. നമ്മളിപ്പോ താമസിച്ചുള്ളൂ. വേഗം വാ. പറഞ്ഞ വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. ഇനി നമുക്ക് മുമ്പ് എങ്ങനെ അവരകത്ത് പോയി കാണും? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ കൂടി കാണാനുണ്ടല്ലോ. ഇനി അവരെങ്ങാനും വരാതിരിക്കുവോ? എനിക്കെന്തോ പേടിയുള്ളൂ. ഒരിക്കലും പേടിക്കണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കെ. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ട വന്നാലോ? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയം വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം. എത്ര നേരമായി അലറി വിളിക്കുന്നു. നിന്റെയൊക്കെ ചെവി എന്താ? അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. അത് നീ എന്താ താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇതെന്ത് കൂട്ടായാലോ? ഇന്നിവിടെ ഗാനമേള ഉണ്ടോ? ഇതറിഞ്ഞിട്ട് ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തോടാന്ന് തോന്നുന്നു. കണ്ണില്ലേ വെള്ളയും വെള്ളയും വിട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ ഇവിടെ വരാന്ന് പറഞ്ഞ മറ്റു കണ്ണടത്തിന്റെ കണ്ടില്ലല്ലോ. പിന്നെന്താ ഇതിന്റെ പുതിയ ജോലിക്കാരി? ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നില്ല. നീ പിന്നെ വല്ല ആപ്പിൾ പറയാനെങ്ങനായിരിക്കും? നീ എന്താണ് ഇത്ര താമസിച്ചത്? ലോങ് ഡേ. രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയില്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമെന്ന്. എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? മലയാളമായിരുന്നു. ഓഹോ, എന്റെ അമ്മേ, സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ മറച്ചു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്യും. നീ ആദ്യം ഇത് പറ. 10 million ഫോളോവേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും? അല്ലല്ല, ഫാൻസ് അതൊക്കെ വിടും. പിന്നെ മണവാളം വേറായോ? മണവാളൻ എന്നൊരു ക്യാപ്ഷൻ കൂടെ ഇട്ട പൊളിക്കും. മിനിമം ഒരു 1K ലൈക്കെങ്കിലും മേടിച്ചെടുക്കണം. ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീടോ ഇല്ല, കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടെ കാത്തുകൊണ്ട് അടിച്ചോ? യജമാനൻ വരാറായും തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് അവരെ വരവേൽക്കാം. എന്ത് വെപ്രാള പെണ്ണുങ്ങളെ ഇത്? പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ നമുക്ക് വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്ക. അയ്യോ, ഞാനും എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിക്കാല്ലേ? ചോദിക്കാം, ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ
ആരാ? മറന്നുപോയിട്ടുണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളൊന്നും തോന്നരുത്. നിങ്ങൾക്കൂടി പകർന്നു തന്നാൽ അത് നിങ്ങൾക്കും കഴിയാതെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്? ചുരുക്കം പറഞ്ഞ നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രചനവേഷക്കാരോട് ചോദിക്കണ്ടാണ്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മൾ എന്തിനാ ഇവരോട് ബാക്ക് ചെയ്യുന്നേ? നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറിയിൽ പോകാം. Follow me. വെള്ളയും വെള്ളിട്ട് ഇറങ്ങിക്കോ. ഓരോരോ മാരണങ്ങള് കണ്ടാലും ഭയങ്കര ഭക്തിയും ഭയം. കയ്യിലിരിപ്പാണെങ്കിലോ ഇവിടുമാരും എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണം തലയെ കൂടെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാരാൾക്ക് ഒരു കഥ കടിച്ചെന്നാ തോന്നണം. ഇനി നമ്മളെ പിടിച്ചെങ്ങനെ മുങ്ങിയോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു. കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതുക്ക് തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂളി സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥ തീർക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇവിടെ മാറി. ഇല്ലാത്ത നേരം വന്നപ്പോ തുറക്കൂലാണോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ഐ ഗോ ടു ഓപ്പൺ ദ ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ എന്നെ അറിയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താടി പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലറുകൾ കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണം? വീട്ടിൽ പോയൊന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കത് പേടിയാവുന്നു. വരും, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, തോർത്തും ആർഭാടവും ചെടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ.
ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതിവരുന്നു ദൈവസ്നേഹം വർണ്ണിച്ചില്ല. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ.